പതിവ് പോലെ ഇന്നും നേരം വെളുത്തു. അതുകൊണ്ട് ഞാനും എണീറ്റു. നോക്കൂ ഗായ്സ്, ഞങ്ങളുടെ നാട്ടിലെ റോഡ് ലക്ഷദ്വീപിന്റെ സ്വന്തം കോൺക്രീറ്റ് റോഡ്. ഔട്ട് ഹൗസ് സെറ്റപ്പിലുള്ള മുറിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെയാണ് ഞാൻ കുടിയിരിക്കാറ്. ഒഴിവ് സമയങ്ങളിൽ ശവാസനത്തിലായിരിക്കും ഞാൻ. ആ നേരത്തെ എന്നെ സഹായിക്കാറുള്ള ബെഡ്. ഇപ്പോൾ ഞാൻ കക്കൂസിലാണ്. ഇവിടെ ഇരുന്നാണ് തല പൊണ്ണാക്കാറുള്ളത്. ഇങ്ങനെ കുറെ നേരം ഇരുന്നാൽ മൂലക്കുരു വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. ഭാഗ്യം വെള്ളം എടുക്കാൻ പാപ്പ മറന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എണീറ്റ് ഓടേണ്ടി വന്നതിന്. ഒതുക്കി വെക്കാതെ കൂട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ എൻ്റെ ബോധം പോകുന്നായപ്പോൾ ഒരു കാഴ്ച കണ്ടത്. ഇത്രയും ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും പഴയ പടി തന്നെ ഇരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത എന്നെ തകർത്ത് കളഞ്ഞു. കരഞ്ഞ ക്ഷീണമകറ്റാൻ ചായ കുടിച്ചാലെന്ന് വിചാരിച്ചപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, രാവിലെ എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ലല്ലോ, അങ്ങനെ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം രാവിലെ 9:15. ഉപ്പുമാവ്, പഴം, പപ്പടം കൂട്ടി ഞമ്മാന്ന് വിചാരിച്ചു. കൂടെ ആപ്പിൾ ജ്യൂസ്. ബൈ ദുബായ്, കഴിഞ്ഞ രാത്രി കിളിവാതിൽ കൂൾ ബാറിൽ നിന്നും ലോഡ് കണക്കിന് ഫുഡ് ഓർഡർ ചെയ്ത പെങ്ങൾ എല്ലാം കുത്തിക്കയറ്റിട്ട് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ നോക്കിയപ്പോഴേക്കും വയറിൽ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ലായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആപ്പിൾ ജ്യൂസാണ് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയത്. ഒറ്റ വലിക്കിനകത്താക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും കുയലിന്റെ അറ്റത്ത് അനുസരണയില്ലാത്ത ഒരു ആപ്പിൾ കഷ്ണം കുടുങ്ങി കിടക്കുന്നു. അതിനെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പരിപാടി തുടർന്നു. ശേഷം കുറച്ചു നേരം ഞാൻ റെസ്റ്റ് ഇൻ പീസിലായിരുന്നു. അപ്പോഴാണ് മുന്നയുടെ കോൾ അപ്രതീക്ഷിതമായിട്ട് വന്നത്. ചായ കുടിക്കാൻ ആളില്ലാതെ വിഷമിക്കുന്ന മുന്നേക്ക് ഒരു കമ്പനി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. പുറത്ത് നല്ല വെയിലായതിനാൽ തന്നെ സൺസ്ക്രീനും വാരിപ്പൂശി ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. മുന്നയുടെ കണ്ണിൽ കുരു. മുന്നയുടെ ബാപ്പയുടെ അധീനതയിൽ നടക്കുന്ന ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ പുള്ളി അവിടെ ഒരു കൊച്ചു മുതലാളിയായി വിലസുന്നു. ചില്ലലമാരി കാലിയായതുകൊണ്ട് ഞങ്ങൾ ഓരോ കാലി പൊറോട്ടയും കാലി പൂരിയും എടുത്തിരുന്നു. അതും കാലിയാക്കിയിട്ട് ഞങ്ങൾ നേരെ റാസിയുടെ വീട്ടിലോട്ട് പോയി. ആരുടെയോ വിവാഹ വാർഷികമോ ബർത്ത്ഡേയോ ആശംസിച്ചതിന് ശേഷം സാരി അയച്ചു മാറ്റുന്ന തിരക്കിലായിരുന്നു. ഒരാൾക്ക് തലവേദന, മറ്റേയാൾക്ക് കണ്ണുവേദന. ബാർബർ ഷോപ്പിൽ പോകാനുള്ള മടി കാരണം മുടി സ്വയം വെട്ടിയ എന്നോട് അതിനെപ്പറ്റി ആരായോ എന്ന് വിചാരിച്ച് പോസിട്ട് തളർന്നു. ആരും ചോദിക്കാഞ്ഞപ്പോൾ ഞാൻ സ്വയം അങ്ങ് വിവരിച്ചു കൊടുത്തു. എങ്ങനെയോ ഉച്ചയായി. ചോറ്, സാമ്പാർ, അച്ചാറ്, മീൻ പരിച്ചത്, കോവയ്ക്ക ഉപ്പേരി. സമാധാനമായിട്ടിരുന്ന് ഞണ്ണാലോ എന്ന് വിചാരിച്ച് പോയി പെങ്ങളുടെ മോള് വന്ന് വാരിത്തരണമെന്ന് പറഞ്ഞത്. അങ്ങനെ അതിനെയും കഴിപ്പിച്ച് ഞാനും കഴിച്ച് അവിടെ നിന്ന് എണീറ്റു. ഞങ്ങളുടെ വൈകുന്നേരം കളറാക്കുന്നത് ബീച്ചുകളാണ്. അല്ലാണ്ട് ഈ 2.5 കിലോമീറ്ററിൽ വേറെ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് തിരിഞ്ഞാലും സമുദ്രം. ഈ അവലും മുറക്കുവിട്ട പാട്ടായിരുന്നു എൻ്റെ മൊബൈൽ സ്റ്റാൻഡ്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു ഈഫൽ ടവർ പണിതു പെങ്ങളുടെ മകൾ. ഇപ്പോൾ ഞാൻ ആ ഈഫൽ ടവറിന്റെ ഫ്രണ്ടിലിരുന്ന് ഡിന്നർ സാപ്പിടുകയാണ്. രാവിലത്തെ ഉപ്മാവിന്റെ ബാക്കിയും സ്ക്രാമ്പിൾഡ് എഗ്ഗും. കട്ടൻ ചായ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുടിച്ച് തീർന്നപ്പോൾ ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഉള്ള കാര്യം. അങ്ങനെ അതും അകത്താക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോയി. നാട്ടിൽ LSC എന്നൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഞാൻ അടങ്ങുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് എന്താ, രാവിലെ പ്രാക്ടീസ്, രാത്രി പ്രാക്ടീസ്, വൈകുന്നേരം കുട്ടികൾക്ക് പ്രാക്ടീസ്, മൊത്തം പ്രാക്ടീസ്. ഫുൾ ടൈം ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഞാൻ ശോഭന മാമിനോ നവ്യ നായർക്കോ ഒരു ഭീഷണിയാകുമോ എന്ന് പോലും സംശയിക്കുന്നു. അവിടുത്തെ കുട്ടിയുടെ പിറന്നാളായതുകൊണ്ട് അവർ തന്ന പായസവും മോന്തി കമ്മിറ്റി മീറ്റിംഗിലേക്ക് പോയി. എല്ലാ രാത്രിയും മീറ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരു ലൈമും ഇതൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈമും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന അതേ റീൽസ് തന്നെയാണ് ഞാൻ എടുത്ത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പോൾ 3K സബ്സ്ക്രൈബേഴ്സും 2K വ്യൂസും ഉണ്ട്. സോ അവരെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ റിക്വസ്റ്റുകൾ മാനിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ യൂട്യൂബിന് വേണ്ടി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ടേക്ക് കെയർ, ബൈ, സീ യു ടുമോറോ, ലവ് യു ഓൾ.